എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആവിയിൽ വേവിച്ചെടുത്ത ഒട്ടും എണ്ണമയമില്ലാത്ത ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ പുറത്തെ ലെയർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല മധുരമുള്ള ഫില്ലിങ്ങും വെച്ചിട്ടുള്ളതാണ്. കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ചായയുടെ കൂടെ കഴിക്കാനും കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായി ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർ 2 എണ്ണം എടുത്താൽ മതി, അല്ലെങ്കിൽ 1 എണ്ണം ആയാലും മതിയാകും. അതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, 1/2 കപ്പ് മതിയാകും. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ശർക്കര അലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ്. അതിൻ്റെ തൊലിയും ഉള്ളിലെ കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 കപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് അളവുകളൊക്കെ പകുതിയായിട്ട് എടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക, അതുപോലെ സോഫ്റ്റായും കിട്ടും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ നല്ല പോലെ ഒന്ന് അരച്ചതാ ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. 1/2 കപ്പ് വെള്ളം മതിയാകും 2 കപ്പ് പൊടിക്ക്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മാത്രമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ഈ പഴം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിന് കുറച്ച് ചേർത്താൽ മതിയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അതൊന്ന് വഴറ്റിയെടുത്താലും മതിയാകും. ഇല്ലെങ്കിൽ പഴം പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. ഇതുപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ച് കൊടുക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തത്. ഇപ്പോൾ പഴം നെയ്യിൽ നല്ല പോലെ ഒന്ന് വെന്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ പഴം നല്ല പോലെ ഒന്ന് വാടി വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി തേങ്ങ കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. പഴവും തേങ്ങയും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചൂടോടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് വീണ്ടും നമ്മൾ ചൂടാക്കി എടുക്കുന്നതാണ്. ഇനി തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. അപ്പോഴേക്കും ആ ശർക്കരപ്പാനി എല്ലാം വറ്റി പഴത്തിലോട്ട് അതെല്ലാം അബ്സോർബായി നല്ല പോലെ ഫോമായി കിട്ടും. ഇപ്പോൾ നല്ല പോലെ ശർക്കരപ്പാനി ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് പൊടിച്ചുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഉടച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറുതായിട്ട് പഴമൊക്കെ ഒന്ന് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഉടച്ചു കൊടുക്കണമെന്നില്ല. അത് കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ നല്ല പോലെ ഒന്ന് ഉടച്ച് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉടച്ചെടുക്കാനും പറ്റുന്നതാണ്. ഇപ്പം ഞാൻ നല്ല പോലെ പഴം നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ശർക്കരപ്പാനിയിലെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് ഇതുപോലൊന്ന് ഡ്രൈ ആയി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളൊന്ന് ഉടച്ചു വരുമ്പോഴേക്കും ഇതുപോലെ ഡ്രൈ ആയി വരുന്നതാണ്. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഉടച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ. ഹലുവയുടെ പരുവത്തിലൊന്നും ആക്കണ്ട. ഇതുപോലെ ആ വെള്ളത്തിൻ്റെ ഇതെല്ലാം അംശമെല്ലാം ഒന്ന് പോകുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് എണ്ണയോ നെയ്യോ ബട്ടറോ ഒന്ന് നല്ല പോലെ തടവി കൊടുക്കാം. അപ്പം ഞാൻ സൈഡിലോട്ടും എല്ലാം നല്ല പോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി സ്റ്റീമറിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എണ്ണ തടവി വെച്ചിരിക്കുന്ന തട്ട് വെച്ച് കൊടുക്കാം. ആ തട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒന്ന് പരന്ന് വരാൻ പാകത്തിന് ഒരു 2 തവി, ഒരു ലെയർ, ഒരു ചെറിയ ലെയർ, തിന്നായിട്ടുള്ള ഒരു ലെയർ വരുന്നിടം വരെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 തവിയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ ലെയർ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം അത് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് വയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്യണം. അതിനുശേഷം വേണം ഫില്ലിങ് ഇതുപോലെ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അതിന് മുകളിലോട്ടൊന്ന് പരത്തി കൊടുക്കണം. അധികം ബലം കൊടുത്ത് പരത്തി കൊടുക്കരുത്. ഇതുപോലെ പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് പരത്തി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എത്ര തിക്കിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണോ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു കനത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് സൈഡിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. ഒരിത്തിരി സൈഡ് ഇട്ടിട്ട് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ സൈഡുകളിൽ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കവർ ചെയ്തതിന് ശേഷം വേണം നടുഭാഗത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് വട്ടയപ്പം നമ്മൾ മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ സൈഡിൽ ഒഴിച്ചു കൊടുത്തു. മുകളിലോട്ടും ഒരു തിൻ ലെയറായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യാൻ പാകത്തിന് മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി കട്ടിയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ അതിന് മുകളിലോട്ടും ഏകദേശം ഒരു 2.5 തവിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. നമ്മൾ ഓൾറെഡി താഴത്തെ ലെയർ വേവിച്ചതാണ്. ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുത്തതാണ്. മുകളിലെ ലെയർ ഒന്ന് വെന്ത് വരുന്ന താമസമേ ഉള്ളൂ. അതെടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്കതുപോലെ തന്നെ അടുത്തതും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടി ചെറിയ പാത്രമാണ്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് ഒരു 1.5 തവിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ താഴത്തെ ലെയർ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, തീ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ആവി അടിച്ചിട്ട് കൈ പൊള്ളുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഇതുപോലെ പരത്തി ഉരുട്ടിയെടുത്തിട്ട് അതിലോട്ട് വെച്ച് കൊടുത്താലും മതിയാകും. ഇതുപോലെ അതിനുള്ളിൽ വെച്ചിങ്ങനെ പരത്തണമെന്നില്ല. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി സൈഡിലോട്ട് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സൈഡെല്ലാം കവർ ചെയ്യാൻ പാകത്തിന് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിലോട്ടും ഒരു തിൻ ലെയർ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുകൊണ്ട് എനിക്ക് 3 വട്ടയപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. 3 സൈസിലുള്ള പാത്രമാണ്. കുറച്ച് വലുത് 2 ഒരെണ്ണം ചെറുതുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഉള്ളിൽ ഇതുപോലെ ഒരു ഫില്ലിങ് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നടുവിൽ മുന്തിരിങ്ങ വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യം ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കതൊന്ന് മറിച്ചെടുക്കാം. വളരെ എളുപ്പമാണ്. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് അത് തന്നെ ഇങ്ങനെ വിട്ടു പോകുന്നോളും. ഇങ്ങനെയൊന്ന് മറിച്ചെടുത്താൽ മതിയാകും. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് രണ്ടാമതുണ്ടാക്കിയതും ഇത് ഏറ്റവും ചെറുതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തതുമാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എത്ര സോഫ്റ്റാണ് അതിൻ്റെ ആ പുറത്തുള്ള ലെയർ എന്നുള്ളത്. നമ്മളതിൽ തേങ്ങയൊക്കെ ചേർത്ത് അരച്ചിരിക്കുന്നതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് അരച്ചാൽ മതി. ചോറിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഇഷ്ടമുള്ളവർ മാത്രം ചോറ് ചേർത്ത് അരച്ചാൽ മതി. അല്ലെങ്കിൽ അരിപ്പൊടിയും തേങ്ങയും മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറും ഉള്ളിലെ മധുരമുള്ള ഫില്ലിങ്ങും കൂടിയുള്ള ഈ വട്ടയപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്